നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ഒരു വിശേഷമാണ് നാളെ കാണാൻ പോകുന്നത്. അനിയുടെയും അവന്തികയുടെയും വിവാഹം മുടങ്ങണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും അവന്തിയെ പോലെ ഒരു ദുഷ്ടട വിരലില്ല അനി മോതിരം അണിയിക്കരുത്, വിവാഹ നിശ്ചയം മുടങ്ങണം എന്നൊക്കെയായിരുന്നു എല്ലാവരുടെ ആഗ്രഹം. അങ്ങനെ അത് സംഭവിക്കുന്ന ആ മംഗള മുഹൂർത്തത്തിന് സാക്ഷി വഹിക്കാൻ പോവാണ് നാളെ. ഇന്നലെ നമ്മൾ കണ്ടു, നവ്യക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്നും മുടങ്ങിയാൽ മതി, അതിനു വേണ്ടിയിട്ട് നവ്യ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അജ്ഞാത മെസ്സേജ് ഒക്കെ നമിതയുടെ ഫോണിൽ നിന്ന് അനാമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പ്രകാരം അനാമയ്ക്ക് എന്ത് ചെയ്തു, ഒരു പരാതിയൊക്കെ ആയിട്ട് നേരെ നന്ദുവിനെ കാണാൻ ചെല്ലുവാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുത്തു. നന്ദു ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നന്ദുവിന്റെ മുന്നിലേക്ക് പരാതിയായിട്ട് അനാമിക ചെല്ലുന്നേ. എന്റെ ഭർത്താവിന്റെ വിവാഹ നിശ്ചയമാണ്, ഞങ്ങളുടെ ബന്ധം വേർപിരിഞ്ഞിട്ടില്ല, എനിക്ക് നീതി ലഭിക്കണം എന്നൊക്കെ പറഞ്ഞൊരു കംപ്ലൈന്റ് അങ്ങോട്ട് കൊടുക്കണേ. പോരെ പൊടി പൂരം. നന്ദുവിന് സന്തോഷം തോന്നി. കാരണം ദൈവമായിട്ടാണ് അനാമിക ആ സമയത്ത് അവിടെ എത്തിച്ചത്. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇന്ന് അവന്തികയുടെ അനിയുടെ കൂടെ വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അവരുടെ കല്യാണം നടക്കും. ഇതറിഞ്ഞു കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു, ശരി വേണ്ടെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേണു പറഞ്ഞു, അതെ ഞങ്ങളുള്ള ദേഷ്യം കൊണ്ട് ഇതിനെതിരെ ആക്ഷൻ എടുക്കാതിരിക്കാൻ പാടില്ല, ഇതിനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അവിടേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാന്ന് പറഞ്ഞു, നിങ്ങളൊന്നുകൂടി പേടിക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അവർക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. പുറത്തിറക്കി കഴിഞ്ഞപ്പോഴത്തേനും വേണു പറഞ്ഞു, അല്ല ഇനി അവളെങ്ങാനും വരാതിരിക്കുവോ എന്ന് വെച്ചു. വരും, കാരണം ഈ വിവാഹം മുടങ്ങുന്ന അവൾക്കും താല്പര്യമുള്ള കാര്യമാണെന്ന് തോന്നാച്ചാ എനിക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, നവീൻ അവളെ സ്വന്തമാക്കാൻ നടക്കുമല്ലേ, അതൊന്നും ഓർത്ത് അച്ഛൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യണം. ഈ വിവാഹം നടക്കരുത്, ഈ നിശ്ചയം മുടങ്ങണം. നിശ്ചയം മുടങ്ങിയാൽ മാത്രമേ അവര് നമ്മുടെ കാലിൽ വീഴുള്ളൂ, നമ്മൾ ചോദിക്കുന്ന പണം തരുള്ളൂ. വിവാഹം നടക്കേണ്ട അവരുടെ ആവശ്യമാണല്ലോ. ഈ പറയുന്ന നവീൻ വക്കീലെ നമ്മൾ കണ്ണടിച്ച് ഒരു കാരണവശാലും വിശ്വസിച്ചുകൂടാ. ആ അജ്ഞാത മെസ്സേജ് നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അവര് അനന്തപുരിയിലേക്ക് യാത്രയാകുകയാണ്. കൂടെ രേവതി ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ടാണ് അനാമിക അനന്തപുരിയിലേക്ക് പോകുന്നത്. ഈ സമയത്ത് അനിയും അവധിക്കൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. മുഹൂർത്തനുള്ള സമയം കാര്യങ്ങളൊക്കെ എത്തി വരുവാണ് വിവാഹ നിശ്ചയത്തിനുള്ള. അപ്പോഴേക്കും തിരുമേനി വന്നു. തിരുമേനി വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശനോട് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെ, ഈ വിവാഹം നടക്കാണ്ട് കുറെ തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട്, ഞാൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ തടസ്സങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശനും മുത്തശ്ശിക്കും അത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. കാരണം അവരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ നിശ്ചയം നടക്കണമെന്ന് മുത്തശ്ശൻ പറഞ്ഞു. അപ്പോഴേക്കും തിരുമേനി പറഞ്ഞു, നോക്കാം, കാരണം എനിക്കും ഇതിന് അത്ര താല്പര്യമെന്ന് അറിയാൻ കഴിഞ്ഞത്, അതുകൊണ്ട് ഈ വിവാഹം നടക്കുന്ന കാര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞു, ഒരു പക്ഷേ ഡിവോഴ്സ് ഇതുവരായിട്ടും കിട്ടിയിട്ടില്ല, അതുകൊണ്ടായിരിക്കും. മുത്തശ്ശൻ പറഞ്ഞു, സാരമില്ല, നിശ്ചയം നടത്തി വെക്കാം, അതിനുശേഷം വിവാഹം അത് സാവധാനം നടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവര് പറഞ്ഞിട്ടുണ്ട്, പിന്നെ തിരുമേനിക്കൊന്നും എതിർത്ത് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ തിരുമേനിക്കറിയാം ഈ വിവാഹം നടക്കാൻ പോകുന്നില്ലെന്നുള്ള കാര്യം. പിന്നെ അത് തിരുമേനി അങ്ങ് തുറന്നു പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മുത്തശ്ശിയുടെ മനസ്സിലൊരു കരട് വീണു. നയനയുടെ ആദർശിന്റെ ഒക്കെ വിവാഹം നടക്കുന്ന സമയത്ത് ഇത് ഒരു ഉത്തമമായ വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാതകം പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ലെന്ന്. പക്ഷെ അല്ലാതെ ഇവർ തമ്മിൽ ചേരേണ്ടെന്നും തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്തത്. അപ്പൊ അനിയുടെ കാര്യത്തിൽ വീണ്ടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. മുത്തശ്ശൻ പറയുകയും ചെയ്തു, എന്ത് പ്രതിവിധികൾ വേണേലും ചെയ്യാം, എന്താന്ന് വെച്ചാൽ ചെയ്യാം, ഇനിയിപ്പം ഈ വിവാഹം നടക്കാനായിട്ടെന്ന് പറഞ്ഞു. സമയത്ത് എനിക്കാണ് വല്ലാത്തൊരു ടെൻഷനാണ്. ഒരു കുറച്ച് സമയോടെ കഴിഞ്ഞ തൻ്റെ നിശ്ചയമാണ്. താൻ അവളുടെ കഴുത്തിലല്ല അവളുടെ വിരലില് മോതിരം അണിയിക്കേണ്ടതായിട്ട് വരും. ചിന്തിക്കുന്നോറും എനിക്ക് നല്ല ടെൻഷനാണ്. നവീന് പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്നത്തോട് കൂടിയിട്ട് ഒരു ശല്യം ഒഴിവായി കിട്ടും. നന്ദുവിന്റെ പിന്നാലെ ഇനി ഇവൻ നടക്കില്ലല്ലോ. അവന്തികയായിട്ടുള്ള നിശ്ചയം കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അനാമിയായിട്ടുള്ള ഡിവോഴ്സ് നടക്കണം, എങ്കിൽ മാത്രമേ ഇവരുടെ വിവാഹം നടക്കുള്ളൂ. അങ്ങനെ നവീൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നയനെ അങ്ങോട്ട് വന്നു. നയന് വന്നിട്ട് നവീനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് തന്നെ ഇനിയിപ്പം നവീന്റെ വിവാഹമാണ് നടക്കണ്ടേ, ഞങ്ങൾക്കൊക്കെ വന്ന് കൂടാനുള്ളതെന്ന് പറഞ്ഞു. നവീൻ പറഞ്ഞു, അതിന് ഇനി സമയമുണ്ട്, നോക്കട്ടെ, എൻ്റെ അമ്മ സമ്മതിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നടക്കുമെന്ന് പറഞ്ഞു. അല്ല, മനസ്സിലേതോ ഒരു പെൺകുട്ടി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ, ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെങ്കിലേ എൻ്റെ അമ്മ സമ്മതിക്കണം. ഇപ്പൊ ഏകദേശമൊക്കെ അടുത്ത വന്ന മട്ടാം, അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു പേടി ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. അധികം വൈകാതെ മിക്കവാറും നിങ്ങളൊക്കെ കല്യാണം കൂടാൻ വരേണ്ട വരുമെന്ന് പറഞ്ഞു.
നയനയ്ക്ക് സന്തോഷമായി. നവീന്റെ വിവാഹം കൂടെ നടക്കണം എന്നൊക്കെയായിരുന്നു നയനയുടെ മനസ്സിലെ ചിന്ത. പക്ഷെ നന്ദു ആണ് നവീന്റെ മനസ്സിലുള്ളതെന്നൊന്നും നയനയ്ക്കും ആദർശനും ആർക്കും അറിയണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ജലജ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഇനി അവരിങ്ങോട്ടേക്ക് വിളിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ആദർശം നയനെ എല്ലാരും കൂടെ ചേർന്നിട്ട് അവന്തികേനെ അനിയും കൂടെ കൊണ്ടുവരുവാണ്. അപ്പൊ അനി ആദർശം കൂടെ അല്ല അബിയും ആദർശം കൂടെ അനിയെ ഇറക്കേണ്ടി വരുന്നു. അവന്തികയുടെ ഒപ്പം ജലജയും ദേവയാനിയും നയനിയൊക്കെ ഉണ്ടായിരുന്നു. അവന്തിയെ ഒരിക്കൽ നല്ല സുന്ദരിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന്തിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശനോട് പറഞ്ഞു കണ്ടില്ലേ എന്ത് നല്ല ഭംഗിയാ, നമ്മുടെ അനിക്ക് നന്നായിട്ട് ചേരുവില്ലേ, ഒരുക്കി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ജലജൻ ഭയങ്കര പ്രൗഡായിട്ടാണ് നിൽക്കണത്. തൻ്റെ മകളുടെ എൻഗേജ്മെന്റ് ആണ്. അതിനേക്കാൾ ഉപരി അനിയുമായിട്ടുള്ള അനിയുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ജലജയ്ക്ക് നന്നായിട്ടറിയാം. നല്ല സ്വഭാവം അറിയുകയും ചെയ്യാം. പക്ഷെ അനിയുടെ മുഖം മാത്രം വല്ലാതെ ഇങ്ങനെ ഇരിക്കുവാണ്. ഒരു സന്തോഷം കാര്യങ്ങളൊന്നുമില്ല. വല്ലാത്തൊരു സങ്കടഭാവമാണോ ഒന്നും വേർതിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ അവർ ഹാളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിക്കണമല്ലോ. അങ്ങനെ അനുഗ്രഹം കാര്യങ്ങളൊക്കെ മേടിക്കണം. മുത്തശ്ശിയുടെയൊക്കെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുന്ന സമയത്തും അനിയുടെ മനസ്സ് തേങ്ങുവാണ്. എന്തെങ്കിലും ഒരു അത്ഭുതം നടന്നാൽ മതിയായിരുന്നു. ഈ സമയത്ത് അതുപോലെ തന്നെ ഉരുകുന്ന മറ്റൊരാളുണ്ട് അവിടെ നിപ്പ്. നവ്യ. ദൈവമേ, ഈ കല്യാണം മുടക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നിട്ട് ഇതുവരെ ആയിട്ടും അവര് വന്നില്ലല്ലോ. അനാമിയൊക്കെ വിവാഹം മുടക്കാനായിരുന്നേ വരേണ്ടതായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും വന്നില്ല. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമിതയെ വിളിച്ചു വെച്ചപ്പോൾ നമിത മെസ്സേജസ് ഒക്കെ കൃത്യമായിട്ട് അയച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. അപ്പോൾ ഒരുപക്ഷെ അവർക്കിനി താല്പര്യമില്ലേ. അങ്ങനെ ഇല്ലാതായിട്ടുണ്ട് എന്ത് ചെയ്യും? ഒരുപക്ഷെ എൻഗേജ്മെന്റ് നടക്കും. എൻഗേജ്മെന്റ് നടന്നാലും കല്യാണം നടക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും മുടക്കണം. നവ്യക്ക് മാത്രം വല്ലാത്തൊരു ടെൻഷനാണ്. നവ്യ അതുകൊണ്ടാണ് കൂടുതലും നിശ്ചയം നടക്കുന്ന ഹാളിലേക്ക് വരാതെ ഇരുന്ന് പോലും. കാരണം ഹാളിലേക്ക് വന്നിട്ടുണ്ട് നവ്യക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഇനി അവന്തികയും കൂടെ മോതിരം കൈമാറുന്ന കാണാനായിട്ട്. എങ്കിലും പക്ഷെ മാറി നിൽക്കാൻ അങ്ങോട്ട് പറ്റില്ലല്ലോ. അങ്ങനെ ഒടുവിൽ നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നവ്യക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഒടുവിൽ തിരുമേനി പറഞ്ഞു അതെ മോതിരം മാറ്റം നടത്താനുള്ള സമയമായെന്ന് പറഞ്ഞു. അങ്ങനെ പൂജിച്ച മോതിരം കാര്യങ്ങളും ഒക്കെ കൊടുത്തു. മുത്തശ്ശനാണ് മോതിരം മേടിച്ച് അവന്തികയുടെ അനിയുടെയും കയ്യിലേക്ക് കൊടുക്കുന്ന. പരസ്പരം മാറാനായിട്ടുള്ള എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ സന്തോഷം ഇല്ലാതിരുന്ന ഒരാൾ അനി മാത്രമാണ്. അങ്ങനെ അവന്തികയുടെ വിരലിലേക്ക് അനി മോതിരം ഇടാനായിട്ട് അങ്ങ് തുടങ്ങുമ്പോഴത്തേനുമാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു കാർ വന്നിന്ന്. കാറിനകത്തുനിന്ന് അനാമികയും വേണുവും രേവതിയും കൂടെ ഇറങ്ങുവാണ്. അങ്ങനെ അവരകത്തേക്ക് അവിടെ കയറിയിട്ട് പറഞ്ഞു നിർത്താൻ പറയാണ് വേണു. അതും പറഞ്ഞുകൊണ്ടാ വേണു അകത്തേക്ക് കയറി വരുന്നേ. മോതിരം കൈമാറാനായിട്ട് ഒരുങ്ങി അനി പെട്ടെന്ന് നിർത്തി. അനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. അനി പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. ദൈവമേ, അനാമിക വന്നിട്ട് ഈ വിവാഹമൊന്നും മുടക്കിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നൊന്നും വിശ്വസിക്കാൻ പോലും പറ്റില്ല എനിക്ക്. ആ സമയത്ത് മൂർത്തിമുസ് ചോദിച്ചു എന്താണോന്ന് ചോദിച്ചു. അതെ ഈ നിശ്ചയം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നിശ്ചയം നടക്കാൻ പാടില്ലെന്നോ? അത് പറയാൻ നീ ആരാ? മൂർത്തി സാറേ, എൻ്റെ മകളുടെ ഭർത്താവാണ് ഈ നിൽക്കുന്ന അനി. നിയമപരമായിട്ട് ഇപ്പോഴും അവർ തമ്മിൽ ഡിവോഴ്സും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ആ സമയം നവീന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. നവീൻ ഭയങ്കര പ്രതീക്ഷയോട് കാത്തു ഇരുന്നാണ്. ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാണല്ലോ, പിന്നെ എന്തിനാ ഇപ്പൊ ഇവരിങ്ങോട്ടേക്ക് വന്നതെന്നൊരു ചിന്തയായിരുന്നു നവീന്റെ മനസ്സിൽ. വിവാഹം എങ്ങാനും നിശ്ചയങ്ങാനും മുടങ്ങിപ്പോയ പണി പാളുമല്ലോ. ആ സമയത്ത് മുത്തശ്ശിക്കൊക്കെ വെപ്രാളമായി. തിരുമേനി പറഞ്ഞതുള്ളൂ മുടക്കം വരുമെന്നുള്ള കാര്യം. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു ദേ വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നീ പോവാൻ നോക്ക്. മൂർത്തി സാറേ, അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി വന്നതല്ല. ഈ നിശ്ചയം നടക്കാൻ പാടില്ല. എൻ്റെ മോളുമായിട്ടുള്ള ബന്ധം വേർത്തതിന് ശേഷം മതി ഇവന്റെ വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞു. ഇപ്പോഴും ഇവന്റെ ഭാര്യ തന്നെ ഇവളെന്ന് പറഞ്ഞു. എടാ വീട്ടിൽ കയറും തോന്നിയ ദിവസം പറയണോ എന്നും ചോദിച്ചുകൊണ്ട് മുത്തശ്ശന് ഈ പറയുന്ന വേണുവിന്റെ കാരണത്തിനോട് ഒറ്റ അടിയായിരുന്നു. ജലജ വരെ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ജലജ പറഞ്ഞു അച്ഛാ ഇനി ഇപ്പം നോക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ മോതിരക്കൈമാറ്റം നടത്തണം. ഇവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അവന്തിക പേടിച്ചു വരച്ചിരിക്കുകയാണ്. ദൈവമേ, എങ്ങാനും മുടങ്ങുമോ എന്നൊരു പേടി അവന്തികയുടെ മനസ്സിലുണ്ടായി. ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു അനി നീ അവളുടെ വിരലിൽ മോതിരിടാനായിട്ട് പറഞ്ഞു. അപ്പോഴേക്കുമാണ് അടുത്തൊരു ടിസ്റ്റ്. പോലീസ് ജീപ്പ് അങ്ങോട്ട് വന്നു നിന്നു. പോലീസ് ജീപ്പിനകത്തുനിന്ന് നന്ദു ഇറങ്ങുവാണ്. നന്ദു അങ്ങോട്ട് പോലീസ് വേഷത്തിൽ കയറി വരുന്ന കണ്ടു കഴിഞ്ഞപ്പത്തിന് കനകയും ഗോവിന്ദനും ഉൾപ്പെടെ എല്ലാവരും അമ്പരന്ന് പോയി. ഇവളെന്താ ഇപ്പൊ ഇങ്ങനെ ഈ വേഷത്തിൽ വന്നിരിക്കുന്നേ? ആ സമയത്ത് മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ എല്ലാവരുടെ അടുത്ത് വന്നിട്ട് നന്ദു പറഞ്ഞു അതെ എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. ഈ നിൽക്കുന്ന അനാമികയുടെ ഭർത്താവാണ് അനിരുദ്ധ. അവർ നമ്മളുടെ വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടില്ല. അല്ലാതെ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് വിവാഹ നിശ്ചയം നടക്കുക എന്നുള്ള വിവരങ്ങൾ കംപ്ലൈന്റ് കിട്ടിയിട്ടാണ് വന്നത്.
അങ്ങനെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്കൊന്ന് തുള്ളിച്ചാടണമെന്ന് തോന്നി. അനാമികയോട് ആദ്യമായിട്ടൊരു ബഹുമാനമൊക്കെ തോന്നിയത് അപ്പോഴാണ്. നവ്യക്ക് സന്തോഷമായി. അപ്പൊ കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കുന്നുണ്ടെന്ന് ചിന്ത. നവീന്റെ മുഖമൊക്കെ വല്ലാതെ ആയിപ്പോയി. നവീൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അത് പിന്നെ മോളെ, അതെ മുത്തശ്ശ, എനിക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. മുത്തശ്ശൻ അറിയാലോ, അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. ഇവർക്ക് നീതി വേണമെന്നും പറഞ്ഞു ഇവർ വന്നിരിക്കുന്നേ. നിയമപരമായിട്ട് ബന്ധം വേർപിരിയാതെ ഇങ്ങനെ ഒരു നിശ്ചയം നടത്താനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഒരു നിശ്ചയം നടക്കുവാണെങ്കിൽ എനിക്ക് അതിൻ്റെതായ രീതിയിൽ ആക്ഷൻ എടുക്കേണ്ടി വരും. എനിക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ പെട്ട് നിൽക്കുവാണ് ബാക്കി എല്ലാവരും. അങ്ങനെ എന്താണ് നിശ്ചയങ്ങളും കാര്യങ്ങളും മുടങ്ങുവാണ്. കനികയും ഗോതനും ഒക്കെ നന്ദുനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. നന്ദുവിൻ്റെ ഉള്ളിൽ ചിരി വരുന്നുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു ആ ഒരു നിമിഷം. എന്താണെങ്കിലും അങ്ങനെ നിശ്ചയം കാര്യങ്ങളൊക്കെ മുടങ്ങി അവന്തിക നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നുണ്ട്. അതിൻ്റെ കഥകളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.